ഈ വഖഫ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബൈറുഹ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു തോട്ടമുണ്ട്, അബൂ തൽഹത്തുൽ അൻസാരിയുടെ തോട്ടം. ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോട്ടം. നമുക്കുണ്ടല്ലോ, നമുക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന നമ്മുടെ ബിസിനസ് ഉണ്ടാവില്ലേ, അതുപോലെ അബൂ തൽഹക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന തന്റെ വിഭവമായിരുന്നു ബൈറുഹ. ഇഷ്ടപ്പെട്ടത് കൊടുത്തെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ തോട്ടം നബിതങ്ങൾക്ക് പേഴ്സണൽ അല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങ് കൊടുത്തു. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിന് കുറച്ച് സ്ഥലം കിട്ടി, ഓഹരി കിട്ടി, അനന്തര സ്വത്ത് കിട്ടി, അല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്തുക്കൾ കിട്ടി. നല്ല മണ്ണായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, കുറച്ച് ഭൂമിയുണ്ട് എൻ്റെ കയ്യിൽ, ഞാനത് എന്ത് ചെയ്യണം എന്നാ ഉദ്ദേശിക്കുന്നത്, നബി നിങ്ങൾ പറയുന്ന പോലെ ഞാനത് ചെയ്യാം. അങ്ങനെ മനസ്സുണ്ടായാൽ മതി. ആരെങ്കിലും ഒരു നിർദ്ദേശം തന്നാൽ അത് പാലിക്കാനുള്ളൊരു മനസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു നിർദ്ദേശം തന്നാൽ ഞാനത് പാലിക്കാൻ തയ്യാറാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത, ഉമറേ, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ അസ്ൽ അവിടെ തന്നെ നിർത്തുക. വതസദ്ദഖത ബിഹാ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം താങ്കൾ സ്വതഖ ചെയ്യുക. സാധനം വിറ്റിട്ടില്ല, നമ്മുടെ പേരിൽ തന്നെ കിടക്കണം, വരുമാനം ഫീ സബീലില്ല. നമ്മുടെ വീട്ടിൽ 5 തെങ്ങുണ്ട്, ഒരു തെങ്ങ് പള്ളിക്ക്, അതിന് തേങ്ങടാൻ വരും, തേങ്ങ പള്ളി കൊടുക്കും. പള്ളിക്കാരൻ കിട്ടുന്ന വരുമാനം അതിന് പള്ളിക്ക് ഉപയോഗിക്കും. ആ തെങ്ങ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ തെങ്ങ് പള്ളിയുടെ വഖഫാണ്, ആധാരത്തിലുണ്ടാവില്ല. ആ വ്യക്തി അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ധർമ്മം ചെയ്യുന്ന സ്വത്താണത്. നമുക്ക് 10 ഷോപ്പുണ്ട്, റെന്റിന് കൊടുത്തിരിക്കുക. ഒരു ഷോപ്പിന്റെ വരുമാനം അത് പള്ളിക്കാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ, അത് യതീംഖാനക്കാൻ തീരുമാനിച്ചാൽ അത് വഖഫാണ്. പിന്നെ അതിന്റെ വരുമാനം മുഴുവൻ കിട്ടുന്ന എത്ര ചെറുതാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നത് വഖഫ് ചെയ്ത സ്വത്ത് പിന്നീട് മുസ്ലിമീങ്ങളുടെ ഈ പറഞ്ഞ ആവശ്യങ്ങളിലേക്ക്. ഒരു മുസഹഫ്, 10 മുസഹഫ് നമ്മുടെ പള്ളിയിലേക്ക് ഒരാൾ വഖഫ് ചെയ്ത് കൊടുത്തു, അതിന് എടുത്ത് ഓതി, അത് ആർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് പള്ളിയിൽ ഇരുന്ന് ഓതുന്നോ ഒന്നതിനനുസരിച്ച് ആ വ്യക്തിക്ക് അതിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് മുസഹഫിൽ കാണാൻ വഖഫുൻ ലില്ലാഹി തആല. ധാരാളം പ്രതിഫലം കിട്ടുന്ന ഇത്തരം ഒട്ടനേകം സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ ഇന്ന് അത്തരം സംരക്ഷണം ആവശ്യമാത്രമാണ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ നമുക്ക് ലഭിക്കുന്ന ഒരു മുസ്ലിമീങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വത്ത് സംരക്ഷിക്കുന്ന ഒരു വിഭവമാണ്, നമ്മുടെ ഒരു സ്വത്താണ് വഖഫ് ബോർഡ്. ഇന്ത്യയിൽ ഏകദേശം 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ കയ്യിൽ. ഇങ്ങനെ ജനങ്ങൾ വഖഫ് ചെയ്ത സ്വത്തുണ്ട്. 4.9 ലക്ഷം വരുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളുണ്ട്. ഡൽഹിയിൽ മാത്രം 6000 കോടി വഖഫ് സ്വത്തുണ്ട്. ഡൽഹിയിലും മാത്രം. നമ്മുടെ കേരളത്തിലെ എത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ വായിക്കും. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന്റെ പരിപൂർണമായ വഖഫ് ബോർഡിന്റെ പൂർണ്ണമായ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന അവിടെ ഇപ്പോൾ കയ്യേറ്റം വരികയാണ്. ന്യൂനപക്ഷങ്ങളുടെ വിവിധങ്ങളായ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഇന്നത് മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഭാവിയിൽ അത് വരാനിരിക്കുന്നത് മറ്റു പലർക്കുമാണെന്ന തിരിച്ചറിവുണ്ടാവണം. അതിന്റെ പൂർണ്ണമായ സംരക്ഷണം ഇല്ലാതാകുന്ന രൂപത്തിലാണ് പുതിയ ബില്ല് പാർലമെന്റിൽ പാസ്സായിട്ടുള്ളത്. സമാധാനിക്കാൻ ഒരു വഴിയുള്ളത്, മതേതര പാർട്ടികളെല്ലാം അതിനെതിരെ വോട്ട് ചെയ്തു എന്നത് നമുക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. എങ്കിലും നമ്മളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ 1ാം നിരയിൽ ഉണ്ടാവണം.